ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും MSL പ്രോ ഗെയിമിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് മൈൻക്രാഫ്റ്റിലാണ്. മൈൻക്രാഫ്റ്റിൽ നമ്മൾ എൻ്റെ സ്വന്തം സെർവറായ മൈൻഡ് SMP ഗായ്സ്. അപ്പോൾ നമ്മളിത് പുതിയൊരു സെർവറാണ്. ഓക്കെ, അപ്പോൾ ഈ സെർവറിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ അടിപൊളി കമൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ടാൽ, നിങ്ങൾ സെറ്റ് കമൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ടാൽ അവരെ നമ്മളൊന്ന് സെലക്ട് ചെയ്ത് നമ്മൾ ഈ സെർവറിൽ കയറ്റുന്നതാണ്. ഇതൊരു യൂട്യൂബേഴ്സ് ഓൺലി സെർവറാണ്. അപ്പോൾ ഇതിൽ കുറച്ച് പ്ലേയേഴ്സിനും കൂടി നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് അറിയിക്കുക. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ സെർവറിൻ്റെ അഡ്മിൻസും കാര്യങ്ങളും ആരൊക്കെയെന്ന് വെച്ച് പറഞ്ഞാൽ ഒന്ന് ഞാൻ പിന്നെ രണ്ടാമത്തെ ആരെന്ന് വെച്ച് പറഞ്ഞാൽ നമ്മളെ എൻ്റെ ഫ്രണ്ടായ ഫോക്സി ഗെയിമിങ്ങും സ്പെസിഫിക് ഗെയിമിങ്ങും ആണ്. അവരെ ചാനൽ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണ പോലെ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സോ ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ സെർവറിൽ കയറണമെന്നുണ്ട്, എനിക്കറിയാം. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കണില്ല. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ വീഡിയോയിലോട്ട് പോകാം. ഇതാണ് ഗൈസ് ഞങ്ങളെ കൊച്ചു ഗ്രാമം. ഇവിടെ ഞങ്ങൾ കുറച്ച് ബേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബേസല്ല, ഒരു ചെറിയൊരു ബേസാണ്. ഇനിയും കുറച്ചും കൂടി സെറ്റപ്പൊക്കെ ആക്കാണ്ട്. ഇത് ഞങ്ങളെ ബേസാണ്. അപ്പോൾ ഞങ്ങൾ ടീമിൽ ആരൊക്കെ പറഞ്ഞാൽ ഫോക്സി, സ്പെസിഫിക്, അതേമാതിരി MSL പ്രോ ഗെയിമിങ്, ഞാൻ. ഓക്കെ, അപ്പോൾ ഞങ്ങളൊരു ചെറിയൊരു ബേസാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഒരു ബേസാണോ പറയാൻ പറ്റില്ല, ചെറുതായിട്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് അതൊക്കെ കാണിച്ചു തരാം. ഇതൊക്കെയാണ് ഞങ്ങളെ ചെസ്റ്റും കാര്യങ്ങളൊക്കെ. കുറേ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെയാണ്. എല്ലാം ഇതോടെ വെച്ചു എല്ലാം. ഓക്കെ, നമ്മൾ കുറേ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെയാണ് ഉള്ളത്. എല്ലാം ഒരു ഭാഗത്താക്കി സെറ്റാക്കണം എന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങളത് സെറ്റാക്കുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ ചെസ്റ്റൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്ര ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ തുടങ്ങി വെച്ചത്. പിന്നെ ഇതിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു, ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ എല്ലാം സെറ്റാക്കിയാണ്. അപ്പോൾ ഓക്കെ, ഇപ്പോൾ ഇതാണിപ്പോൾ നമ്മളെ ഒരു ചെറിയൊരു വീടെന്ന് പറഞ്ഞത്. പിന്നെ നമ്മളെ ഡയമണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു തരാം. ഇതാണ് ഗൈസ് നമ്മളെ ഡയമണ്ട്. ഇവിടെ ഇതാണ് 31 ഡയമണ്ട്സ് ഉണ്ട് ഗൈസ് നമ്മളെടുത്ത്. സെറ്റാണ്. അപ്പോൾ ഓക്കെ, എന്തായാലും നമ്മൾ സെറ്റാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി അടുത്ത എന്തൊക്കെയാണ് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ നമ്മളെ ഈ ഒരു വീട് കണ്ടല്ലോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ചെറുതായിട്ടൊരു കൃഷിയൊക്കെ നടുന്ന സ്ഥലം. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നമ്മൾ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കും. അപ്പോൾ വലിയ സെറ്റപ്പാണ്. നമുക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കാം. പിന്നെ നമുക്ക് എന്ത് ആവശ്യം ഉണ്ടാകുമ്പോൾ നമുക്ക് ഫുഡിന് ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്നാണ് എടുക്കാറ്. അപ്പോൾ ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഇവിടെ കണ്ടു കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോകുമ്പോൾ പറഞ്ഞാൽ ബേസ് പൊട്ടിക്കരുത്, പൊട്ടിച്ചാൽ അടിച്ച് പൊളിക്കും. ഈ മാസ് ഗൈസ് നമ്മളെ ഫോക്സി കുട്ടനാണ്. അപ്പോൾ നമ്മളെ സെറ്റാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ കണ്ടു വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെ ഫ്രണ്ട് മെസ്സേജ് ചേർന്ന് സ്പെസിഫിക്, ഇതാണ് നമ്മളെ ടീംമേറ്റ്. ചോദിച്ചാൽ നമുക്ക് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ചോദിച്ചാൽ. ഓക്കെ, എന്തായാലും അവനെന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്ക് അടുത്ത സംഭവം കാണിച്ചു തരാം. അപ്പോൾ ഇവിടെയാണ് നമ്മളൊരു ചെറിയൊരു ബ്രീഡിങ് അല്ലാതെ എന്താ പറയുക, ട്രെയിനിങ് ഹാൾ എന്നൊക്കെ പറയും. ട്രെയിനിങ് ഹാളാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു. സോ ഓക്കെ, എന്തോന്ന് ഇതിടേ സോ ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ചെറിയൊരു ട്രെയിനിങ് ഹാള്. സോ ഓക്കെ, അപ്പോൾ ഇവിടെ ഇനി കുറച്ചും കൂടി വില്ലേജസിനൊക്കെ വെച്ച് സെറ്റാക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് റെഡിയാക്കാം. പിന്നെ നിങ്ങൾ ഇത്ര ഒന്ന് കണ്ട് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇവിടെയൊക്കെ നമ്മൾ വില്ലേജറിനെ വെക്കാനുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. ഓക്കെ, പിന്നെ ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മളെ ഫോക്സി ചെയ്താണ്, ഫോക്സി ഗെയിമിങ് ചെയ്ത് വെച്ചാണ്. ഇവിടെ മറ്റേ എന്താ പറയുക, ഇതിൽ കരണ്ട് എടുക്കുക, വയറിങ്ങനെ വെക്കൂലേ, അത് സെറ്റാക്കിയാണ്. അതൊക്കെ കരണ്ട് കമ്പി. ഓക്കെ, അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഏകദേശം നല്ല നൈസായിട്ടുണ്ട് സംഭവം, നല്ല രസമുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഇവിടെ ചെറുതായിട്ടൊരു മീൻ പിടിച്ചുന്ന സ്ഥലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം കണ്ടാൽ അത് ശരിക്കും മീൻ പിടിക്കുന്ന സ്ഥലം തന്നെയാണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അറിയില്ല. ഇപ്പോൾ അവിടെ മീൻ വെച്ചുകൊണ്ടെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാവേണ്ടി ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നമ്മളിവിടെ ഒരു മീനിനെ പിടിക്കാം. ഫുള്ള് സെറ്റാണ്. നമുക്ക് ഇവിടുന്ന് മീനും കാര്യങ്ങളൊക്കെ പിടിക്കാം കേട്ടോ. ഒന്നുകൂടി ഒന്ന് സെറ്റാക്കി എടുക്കാണ്ട് ശരിക്കും നമുക്ക് ഇവിടെ ഒന്നുകൂടി ഒന്ന് പവറാക്കിയിട്ട് ഒന്ന് സെറ്റാക്കട്ടോ ആണെങ്കിൽ. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ഏകദേശം ഒരു വലിയൊരു ട്രെയിനിങ് ഹാളുള്ളത്. നമുക്കിതിൻ്റെ മേലെ സംഭവം ഉണ്ട്. കണ്ടാ ഈ ടവർ നമ്മളെ ഫോക്സി ഉണ്ടാക്കിയ സെറ്റ് സാധനം വയസ്സ് എന്താ പറഞ്ഞാൽ, എൻ്റെ പൊന്നു വയസ്സ് ഇത് സെറ്റ് സാധനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? നല്ലൊരു അടിപൊളിയായിട്ടാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചത്. നമ്മൾ വിചാരിക്കണമായിരിക്കല്ലോ കേട്ടോ, ബിൽഡറാണ് ഗൈസ്. ഓക്കെ, പിന്നെ ഇതിൽ വേറെ ഒരുത്തനും കൂടി ഉണ്ട്, സ്പെസിഫിക് പറഞ്ഞാൽ ഇവനാണ് കൊടുക്കത്തെ റെഡ് സ്റ്റോൺ പ്ലെയർ ആവുന്നുണ്ട്. ഓരോ കിടിലെ ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മേലെ എന്താ വെച്ച് പറഞ്ഞാൽ മേലെ ഇങ്ങനെ ചെറിയ സംഭവങ്ങളൊക്കെ ഉള്ളൂ. ഇവിടെ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം.
ഒന്നുമില്ല ഗൈസ്, അവിടെ നമുക്ക് മേലേക്ക് പോവാം, അത്രേ ഉള്ളൂ സംഭവം. പിന്നെ ഞങ്ങൾക്ക് ഞാൻ മറ്റേ ട്രേഡിംഗ് ഹാൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ലല്ലോ, മറ്റേ താഴത്തത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ താഴത്താണ് നമ്മൾ ട്രേഡിംഗ് ഹാൾ വരുന്നത്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ താഴത്തേക്ക് പോവാം. അപ്പോൾ താഴത്തേക്ക് ഇത് കുറച്ചുകൂടി ഉള്ളോട്ട് സെറ്റാക്കാനുണ്ട്, കുറച്ചുകൂടി വലുപ്പമാക്കാനുണ്ട്. അപ്പോൾ ഞാൻ പറയാമല്ലോ, നമ്മളെ സർവർ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ, അപ്പോൾ എല്ലാം ഇങ്ങനെ സെറ്റാക്കി വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ട്രേഡിംഗ് ഹാളൊക്കെ. ഇവനൊക്കെ എന്താണ് കൊടുക്കണത്, എന്തായിരുന്നു വെൻഡിങ് ഉണ്ട് ഗൈസ്, അങ്ങനെ കുറച്ച് ആരോ വരുന്നുണ്ടല്ലേ ഗൈസ്, ആരാണത് നോക്കാം. ഓ യവൻ യാരിത് സ്പെക്കിയണ്ണൻ. അപ്പോൾ ഇതാണ് നമ്മളെ സ്പെസിഫിക്. ഓക്കെ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു, ഇതാണ് നമ്മളെ സ്പെസിഫിക്. അപ്പോൾ അവൻ എന്തോ ചോദിച്ചിട്ട് എന്തിനാണ് വന്നത്, എമറാൾഡ് ഉണ്ട്, എമറാൾഡ് ഉണ്ടോന്നായിരിക്കും ഗൈസ്. നമുക്ക് എന്തായാലും എമറാൾഡ് കൊടുക്കാം. ഓക്കെ, കൊടുത്തിട്ടുണ്ട്, നമ്മളെ ടീംമേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അടുത്ത് കാണിച്ചു തരാം. ഇവൻ്റെ ഒരു ഫാം ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നമ്മളൊരു പോർട്ടലാണ്. ഈ പോർട്ടൽ ഒന്നുകൂടി നമ്മൾ ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇവൻ്റെ ഫാം കാണിച്ചു തരാം എന്തൊക്കെ ഉണ്ടാക്കിയാൽ. നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ വീഡിയോ എടുത്തപ്പോൾ അത് കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ അറിയില്ല, സ്പെസിഫിക് ഉണ്ടാക്കിയൊരു അയൺ ഫാമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ വില്ലേജറൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. കിട്ടില്ല വില്ലേജർ, എന്താ അത് കയറാൻ പറ്റില്ലല്ലോ, എന്തൊരു ഇതാത്. ഓക്കെ 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 നമ്മൾ കണ്ടില്ലേ, ഇവിടെ ഒരു വില്ലേജറൊക്കെ വെച്ച് ഫുൾ സെറ്റപ്പ് ആക്കിയാണ്. ഇവിടെയാണ് നമ്മൾ അയൺ കോലനൊക്കെ ഇങ്ങനെ സ്പോണായി ഇങ്ങനെ ചാവണം. ഓക്കെ, അപ്പം എന്നിട്ട് നമുക്ക് ഇതിനുള്ളിലൊക്കെ കയറി. ഓക്കെ, നമുക്ക് ഇതിൽ എവിടെയാണ് ഇപ്പോൾ അയൺ ഉള്ളത്. ഓക്കെ ഓക്കെ, താഴത്താണ് ഗൈസ്. ഓക്കെ, ഇവിടെയാണ് കണ്ടോ, അത്യാവശ്യം സെറ്റ് അയൺ ഫാം പറയാം, ഏകദേശം സെറ്റാണ്. അപ്പോൾ ഓക്കെ, ഇവിടെ പിന്നെ വേറെ എന്തോ ഒരാൾ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ, നോക്കാം. ഓ, അടുത്ത XP ഫാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വില്ലേജർ ചത്തുന്നോ എങ്ങനെ അറിയില്ല. ഓക്കെ, ഇവിടെ ഉണ്ടാ, ഹലോ, ഇവിടെ നമ്മളെ സ്പെക്കിണ്ണൻ ഇവിടെ അയൺ ഫാം അല്ല XP ഫാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പിന്നെ വേറൊരു സംഭവം കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പുതിയൊരു ബിൽഡ് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്ത് ബിൽഡാണ് വരുന്നതെന്ന് നിങ്ങളൊന്ന് പറയണം, കമൻറ്റിൽ അറിയിക്കുക. ഓക്കെ, ഇവിടെയാണ് നമ്മളെ ബിൽഡും കാര്യങ്ങളൊക്കെ വെക്കാൻ കുറേ റിസോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും നിങ്ങളെന്തായാലും പറയാം. ഓക്കെ, പിന്നെ എന്താ വെച്ച് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച് കാണും ഞാൻ എന്തിനാണ് ഈ കരയണതെന്ന്. സ്നേഹൻ്റെ സ്കിന്നിൽ കാണാം. എന്തായിരിക്കും അത്, നിങ്ങളൊന്ന് കമൻ്റ് അറിയിക്കുക. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ഞാനിങ്ങനെ കരയുന്നതെന്ന് നിങ്ങളൊന്ന് അറിയിക്കുക. ഓക്കെ, കമൻറ്റിലൊക്കെ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ, താങ്ക്സ് ഗൈസ്, നിങ്ങൾ ഇത്രയ്ക്ക് വീഡിയോ ഫുൾ വാച്ച് ചെയ്തതിന് വളരെ നന്ദി. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടാണ് നമ്മളെ എനർജിയൊക്കെ. നിങ്ങൾക്ക് ഇവിടെ റെഡ് മൂൺ ആണെങ്കിൽ ഇതാ കണ്ടോളൂ, ഫുൾ സെറ്റാണ്, റെഡിൻ ചന്ദ്രൻ. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ മൈൻഡ് SMBയുടെ പുതിയൊരു എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്. ബൈ.